ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. നമ്മുടെ ഗോമതിയും ഇന്ദിരാമയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാം. പെട്ടെന്ന് ഇന്ദിരാമ പറയും, മോളെ ഗോമതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? മോള് അനുവിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? അലോക്, അവൻ്റെ സ്വഭാവം മോൾക്ക് അറിയാഞ്ഞിട്ടാ. എത്ര മോശം പ്രവൃത്തി ചെയ്തിട്ടാണെങ്കിലും അനുമോളുടെ കല്യാണം മുടക്കാൻ അവൻ എന്തെങ്കിലും ചെയ്തു കൂട്ടും എന്ന് പറയാണ്. അനുവിൻ്റെ കാര്യത്തിൽ എനിക്കിനി ഒരു ടെൻഷനും ഇല്ല. ഇനിയും അലോക് എന്തെങ്കിലും പ്രവൃത്തിയായിട്ട് അവളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെരുപ്പൂരി അവൻ്റെ മുഖത്തടിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അത്രയ്ക്കും അനുമോൾ അവനെ വെറുത്തു പോയിട്ടുണ്ട് എന്ന് പറയാം. അത് കേട്ടാൽ മതി മോളെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അനു സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയാം. എങ്കിലേ ഞാനെന്നാ കൃഷ്ണമംഗലത്തേക്ക് പോവാം. നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നിന്റെ ഏട്ടന്മാരാരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ഇനി അതും മതി എന്ന് പറയണം കേട്ടോ. അപ്പം ശരി അമ്മ, അമ്മ ഉറപ്പായിട്ടും കല്യാണത്തിന് വരണം എന്ന് കോമതി ഒരിക്കൽ കൂടി പറയാം. ഉറപ്പായിട്ടും അമ്മ വരും. ഈ കല്യാണത്തിൻ്റെ ഒരു പിടി ചോറുണ്ടെന്നതേ അമ്മയുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ്മ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പം ഇന്ദിരാമ പോകുന്നത് നോക്കി നമ്മുടെ ഗോമതിയും അവിടെ നിൽക്കുക. അപ്പോൾ കല്യാണക്കുറിയും നോക്കിക്കൊണ്ട് കൃഷ്ണമംഗലത്തേക്ക് വരുന്ന ഇന്ദിരാമേനെ അച്യുതൻ കാണുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയും ചെയ്തു. ഗോമതി കല്യാണക്കുറി കൊടുത്തു വിട്ടതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അമ്മയോട് ഇനിയിപ്പം അതിനെപ്പറ്റി സംസാരിച്ച് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി കൂടുതലൊന്നും സംസാരിക്കാതെ അച്യുതൻ ഒരു പുച്ഛത്തോടെ അങ്ങ് പോവാ. അതിന് കല്യാണം നടന്നാലല്ലേ എല്ലാവരും വെറുതെ സ്വപ്നം കണ്ട് നടക്കുക എന്നുള്ള രീതിയിൽ അങ്ങ് പോവാണ് കേട്ടോ. സമയം നമ്മുടെ ആനന്ദാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി നിർത്തും. എന്നിട്ട് ആ ബൈക്കിൽ വെച്ചിരുന്ന കല്യാണക്കുറി എടുക്കുകയാണ്. ഒരു ഉദയഭാനു സാറിനെ കല്യാണം വിളിക്കാനായിട്ട് അച്ഛൻ തന്ന കല്യാണക്കുറി. അയാളെപ്പോലൊരു ചെറ്റ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കണ്ട. അങ്ങനെ ഇപ്പം അയാളുടെ വീട്ടിൽ പോയി ഞാൻ വിളിക്കുകയും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ആ കല്യാണക്കുറിയെല്ലാം പിച്ച് ചീന്തി അവിടെ എറിഞ്ഞ് കളയാൻ കേട്ടോ. എൻ്റെ കല്യാണത്തിന് നീയൊന്നും വന്നങ്ങനെ സദ്യ ഉണ്ണണ്ട. എൻ്റെ കുടുംബത്തെ മുഴുവനും പറ്റിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. എന്നിട്ടിപ്പം ഞങ്ങളുടെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പം കണ്ണുപെടാനായിട്ട് നീയൊന്നും വരണ്ട എന്നുള്ള രീതിയിൽ ആനന്ദ് മനസ്സിലിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്താണെങ്കിൽ നമ്മുടെ അനു ആണെങ്കിൽ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജീവൻ മെസ്സേജ് അയക്കുകയാണ്. ഫ്രീ ആണെങ്കിൽ ഇസ്ബം വിളിക്കട്ടെ എന്ന് ചോദിക്കുക. അത് കാണുമ്പം അനുവിന് ഒരുപാട് സന്തോഷം തോന്നുക. ഫ്രീ ആണല്ലോ, വിളിക്കാൻ പറയാം എന്നും കരുതി മെസ്സേജൊക്കെ തിരിച്ച് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുകന്യ അങ്ങോട്ട് വെകിളി പിടിച്ച് കയറി വരുന്നത്. അനുമോളെ ആകെ പ്രശ്നമായി എന്ന് പറയാം. എന്താ ചേച്ചി, നീ അലോകിൻ്റെ ഫോൺ കോളുകളെല്ലാം എടുക്കാതായോ? അവനെ ബ്ലോക്ക് ചെയ്തോ എന്ന് ചോദിക്കുക. ദേ ചേച്ചി, അവൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചേച്ചി മേലൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുക. മോളെ അനു, ഇതങ്ങനെയല്ല, നീ ബ്ലോക്ക് ചെയ്തോന്ന് പറ. അവൻ്റെ ഫോൺ കോളുകൾ എനിക്ക് കാണണ്ട, അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ആ ഫ്രോഡിനെ എനിക്കിനി കാണുക പോലും വേണ്ട. ചേച്ചി എന്തിനാ ഇപ്പം അവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ചോദിക്കുക. മോളെ, നീ ഇത് കണ്ടു നോക്കിക്കേ. ദേ, അവനെ സംബന്ധിക്കുന്ന ഒരു കാര്യം എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്. ചേച്ചി ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കിക്കേ. ദേ, ഇനിയും ചേച്ചി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ ഉള്ളവരോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയാം. ദേ, നീ പറയുവാണെ പറഞ്ഞോ, പക്ഷെ ഇത് നിന്നെ തന്നെയായിരിക്കും ബാധിക്കുന്ന കാര്യങ്ങൾ. നീ ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് വന്നതാ എന്ന് സുകന്യ അപ്പം പറയൂ കേട്ടോ. പിന്നെ സുകന്യ ഇത്രയേറെ നിർബന്ധിക്കുന്നത് കൊണ്ട് നിവർത്തികേടുകൊണ്ട് ആ ഫോണിലേക്ക് നോക്കുക. അതിലേക്ക് നോക്കുമ്പോൾ അലോകും നമ്മുടെ അനുസരയും തമ്മിലുള്ള വളരെ അടുത്തിടപഴകി നിൽക്കുന്ന കുറേ ഫോട്ടോകളാണ് കേട്ടോ. ഇതൊക്കെ എന്താ ചേച്ചി എന്ന് ചോദിക്കാം. നല്ല ചോദ്യം. ഇത് ഞാൻ നിന്നോടല്ലേ ചോദിക്കുന്നത്. ഇതുപോലൊക്കെ അടുത്തിടപഴകി നിങ്ങൾ തമ്മിൽ പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടാണോ അവനെ നീ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടത്? അനുവിനെ പറ്റി ഞാൻ ഇങ്ങനെയല്ല കേട്ടോ വിചാരിച്ചിരുന്നത്. ചേച്ചി, ഇതൊക്കെ കള്ളത്തരങ്ങളാ. ഇത് എവിടെയോ അവൻ ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയെടുത്ത ഫോട്ടോകളാ. ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടേ ഇല്ല. അടുത്ത് ഇരുന്നിട്ടുണ്ടെന്നല്ലാതെ അവനെ കൊണ്ട് എൻ്റെ കയ്യിൽ പോലും ഞാൻ തൊടിയിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇങ്ങനത്തെ രീതിയിലുള്ള ഫോട്ടോകളൊക്കെ അവൻ്റെ കൈ കിട്ടുക? ഇതൊക്കെ എഡിറ്റിംഗ് ആണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എഡിറ്റിംഗ് ആണെന്നൊന്നും ആർക്കും തോന്നില്ല മോളെ. ഞാൻ പോലും ഇതൊക്കെ യാഥാർത്ഥ്യത്തിലുള്ള ഫോട്ടോകളാണെന്നാണ് വിചാരിച്ചത്. മോളെന്നോട് കള്ളമൊന്നും പറയണ്ട, സത്യം പറ. ഇത്തരത്തിലൊരു ബന്ധം നിങ്ങൾക്കിടയിൽ ഉള്ളതെന്ന് സത്യം തന്നെയല്ലേ? ദേ ചേച്ചി, എത്ര തവണ പറഞ്ഞു ഇതെല്ലാം കള്ളത്തരങ്ങളാണെന്ന്. മോളെ, കല്യാണത്തിന് മുന്നേ ഇത്തരത്തിലൊക്കെ ഒരാളോട് ഇടപഴകാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. മോളുടെ അമ്മയും അച്ഛനെ പറ്റിയെങ്കിലും ചിന്തിക്കണ്ടായിരുന്നോ? ചേച്ചി, ഞാൻ പറയുന്ന ചേച്ചിക്ക് മനസ്സിലാകുന്നില്ലേ? എൻ്റെ അമ്മയും അച്ഛനെയും എൻ്റെ ഏട്ടന്മാരെയും മറന്നിട്ട് അലോകിനോടൊപ്പം ഇത്തരത്തിലൊരു ബന്ധമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് പിന്നെ മോളെ, അലോക് പറയുമ്പം ചേച്ചി അതങ്ങ് വിശ്വസിച്ചല്ലേ? അവൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല മോളെ. ഈ ഫോട്ടോകൾ നോക്ക്, എത്ര ഒറിജിനാലിറ്റി ആണെന്ന് നോക്ക്.
നീയും അലോകും തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ടെന്ന് ഈ ഫോട്ടോകൾ കണ്ടാൽ ആർക്കാണെങ്കിലും തോന്നിപ്പോകും. അതുപോലല്ലേ ഈ ഫോട്ടോസൊക്കെ വന്നിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. ഇല്ല ചേച്ചി, ഇതൊക്കെ അവൻ്റെ ഓരോരോ ഉടായ്പകളാ എന്ന് പറയാം. ഇനിയും അവൻ എൻ്റെ അടുത്തേക്ക് ഓരോ പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കും. അതോടുകൂടി അവൻ്റെ സൂക്കേടങ്ങ് മാറി കിട്ടിക്കോളും എന്ന് പറയണേ. ദേ മോളെ, അവനെ വിളിക്കുന്നത്, എടുക്കണ്ട ചേച്ചി എന്ന് പറയാം. പെട്ടെന്ന് സുകന്യ ഫോൺ അങ്ങ് അറ്റൻഡ് ചെയ്യുവാണ് കേട്ടോ. അലോക്, നീ എന്തൊക്കെയാടാ ഈ ചെയ്തു കൂട്ടുന്നത്? ചേച്ചി ഇപ്പം ആ അനുവിൻ്റെ അടുത്തല്ലേ, അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്ന് പറയാം. എടാ, അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെന്നാ പറയുന്നത്. ചേച്ചിയോട് ഞാൻ കൊടുക്കാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ അനുവിൻ്റെ കയ്യിലോട്ട് അപ്പം സുകന്യ നിർബന്ധിച്ച് അങ്ങ് ഫോൺ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറയും, നീ കണ്ടോടി നിന്റെ ഫോട്ടോകളൊക്കെ വന്നിരിക്കുന്നത്. എടാ ഫ്രോഡെ, നീ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് ചീപ്പ് പരിപാടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ ഈ അനുശ്രീ അത് വീഴുന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇതിലും വലിയ ചീപ്പ് പരിപാടികളുമായിട്ട് ഞാൻ ഇനിയും ഇറങ്ങും. നീ വേറൊരുത്തിന്റെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണോടി. നിന്റെ അച്ഛനും അമ്മയും കുടുംബവും മുഴുവനും നാണം കെട്ട് നീ കല്യാണം മുടങ്ങി എല്ലാവരുടെ മുന്നിൽ അപമാനിതരായി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോകളെ അതിന് ധാരാളം അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും കൈകളിൽ എത്തുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും. നിന്നെ കെട്ടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നില്ലേ ഒരുത്തൻ, അവന്റെ കൈകളിൽ ഞാൻ ആദ്യം എത്തിക്കും. എല്ലാവരും ഇത് വിശ്വസിക്കുകയും ചെയ്യും എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും അനു ആകെ പാനിക്കാവുകയാണേ. തൻ്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും എല്ലാവരും തന്നാൽ അപമാനിതരാകുമോ എന്നുള്ള ചിന്ത അനുവിനെ ഒരു നിമിഷത്തേക്ക് ആകെ ഭയപ്പെടുത്തുകയാണ്. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നെ തേച്ചിട്ട് വേറൊരുത്തനെ കെട്ടുന്നത് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് സുകന്യ ഫോൺ മേടിക്കുക. എന്താ മോളെ, അവൻ എന്താ പറഞ്ഞത്? അവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മോളുടെ അവസ്ഥ പിന്നെ ചിന്തിച്ചിട്ടുണ്ടോ? ബാലേട്ടനും ഗോമതി ചേച്ചിക്കും പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി എന്നും പറഞ്ഞ് അനുവിനെ ഒന്നും കൂടി പേടിപ്പിക്കാനായിട്ട് സുകന്യയുടെ ഭാഗത്തു നിന്നും സംസാരം ഉണ്ടാവുകയാണ് കേട്ടോ. ഞാനെന്തായാലും പോയേക്കുവാ, മോൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാ. അനു ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ സുകന്യയ്ക്ക് സന്തോഷമാവുകയാണ്. അവൾ തങ്ങളുടെ വഴിക്ക് വരുന്നുണ്ട് എന്ന്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് വീട്ടിലെല്ലാവരോടും പറയാം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് തന്നെ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അനുശ്രീ മനസ്സിൽ ചിന്തിക്കുക. പെട്ടെന്ന് നമ്മുടെ ഗോമതി അനുവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനു പുറത്തേക്ക് ഇറങ്ങുക. ഇപ്പം തന്നെ എല്ലാവരോടും പറയാം എന്നും പറഞ്ഞ്, അമ്മ എന്നെ വിളിച്ചതാണല്ലോ, പക്ഷെ ഇപ്പം ആരെയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് നോക്കുവാണേ. പെട്ടെന്ന് വീണ്ടും അനുമോളെ ഇങ്ങോട്ട് വാ എന്ന് ധർമ്മനെ വിളിക്കുക. അവരെല്ലാവരും ഹാളിലാണോ എന്നും പറഞ്ഞ് അനുശ്രീ ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. എന്താ വിളിച്ചത്? അപ്പം എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോരോ സമ്മാന പൊതികളും ഉണ്ട്. അത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാവോ എന്ന് അനു പറയാം. അപ്പോൾ ധർമ്മം പറയും, മോക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ കേൾക്കാം. അതിനു മുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, അത് മോള് കേൾക്കണം എന്ന് പറയുകയാണേ. ആദ്യം മൂത്ത മോനായ ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് ധർമ്മം മുന്നിലോട്ട് കയറി നിൽക്കുക. എന്നിട്ടൊരു സമ്മാനപ്പൊതി അനുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. എന്നിട്ട് പറയും, ഇത് അനുവിന് വേണ്ടിയുള്ള മാമിൻ്റെ കല്യാണത്തിനുള്ള സമ്മാനമാണ് കേട്ടോ. മോക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, ചെറിയൊരു സമ്മാനമാണ്, മാമിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാശിന് വാങ്ങിച്ചതാ എന്ന് പറയാം. എൻ്റെ മാമൻ എനിക്ക് എന്ത് സമ്മാനം തന്നാലും ഞാൻ അതിൻ്റെ കാശിൻ്റെ മൂല്യം കൊണ്ട് അളക്കോ മാമ എന്ന് അനുമോളപ്പം ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ തോളത്ത് കയറ്റിക്കൊണ്ട് ഞാൻ നടന്നിരുന്ന കുട്ടിയാ, ഇപ്പം ദേ കല്യാണ പെണ്ണായി. എത്ര പെട്ടെന്ന് ആ കാലം പോകുന്നത് അല്ലേ ചേച്ചി എന്ന് ചോദിക്കുക. പിന്നെ എന്നും കുട്ടികൾ അതുപോലെ തന്നെ നിൽക്കോടാ എന്ന് അപ്പോൾ ഗോമതിയും ചോദിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണേ. അപ്പം ധർമ്മൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ മുന്നോട്ട് വരും. എന്നാലേ എൻ്റെ വകയുമുണ്ട്, എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ചെറിയൊരു സമ്മാനം എന്നും പറഞ്ഞ് ഒരു ചെറിയ ബോക്സ് തുറക്കുവാണേ. ബോക്സ് തുറക്കുമ്പം 2 കാപ്പിൻ്റെ വളകൾ അതിനകത്തെ. അയ്യോ, സ്വർണ്ണവളകളാണോടാ എന്ന് ഗോമതി അപ്പോൾ ചോദിക്കുക. അതെ അമ്മേ എന്ന് പറയാം. കോൾ അടിച്ചല്ലോ അനുമോളെ എന്ന് മീനു അപ്പോൾ പറയാൻ കേട്ടോ. ഓരോ കയ്യിലും ഓരോ വള വീതം നമ്മുടെ ആനന്ദ് അനുവിൻ്റെ കൈകളിൽ ഇട്ട് കൊടുക്കുക. മോക്ക് ഈ വളകൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേട്ടാ എന്ന് അനു അപ്പം മറുപടി പറയാം. എൻ്റെ കൈകളിൽ തൂങ്ങിയ നീ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, എൻ്റെ കൈകളിൽ തൂങ്ങി ഈ മുറ്റത്തോടെ ഓടി നടന്ന കുട്ടിയാ ഇപ്പം വളർന്ന് കല്യാണ പെണ്ണായിട്ട് നാളെ മറ്റൊരാളുടെ കൈ പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നത് എന്നും പറഞ്ഞ് ആനന്ദ് വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ചിരിക്കുകയാണ്. പെട്ടെന്ന് ആനന്ദ് കണ്ണൊക്കെ തുടച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുവാണേ. പെട്ടെന്ന് ദേവി മുന്നോട്ട് കയറി വരിക. ദേവിയുടെ കയ്യിലും കുഞ്ഞൊരു സമ്മാനപ്പൊതിയുണ്ട്. ഇത് ഏടത്തിയുടെ വക ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് കേട്ടോ. മോക്ക് തുറന്നു നോക്കുമ്പം ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം എന്ന് പറയാം. നിങ്ങളൊക്കെ എന്ത് സമ്മാനം തന്നാലും അതിപ്പോൾ ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും എനിക്ക് നിധി പോലെയാ ഏടത്തി എന്ന് അപ്പം അനുശ്രീ പറയുവാണേ. എടാ,
ആകാശേ ഇനി നീ സമ്മാനം കൊടുക്കടാ എന്ന് ധർമ്മം പറയാം. അപ്പം മീനു പറയും, അയ്യോ ഇനി സുഗിനി ചേച്ചി കൊടുത്തില്ലല്ലോ, ചേച്ചി കൊടുക്കുക എന്ന് പറയണം കേട്ടോ. അപ്പം ഇതും കണ്ടും കേട്ടും ആകെ പുകഞ്ഞു നിൽക്കുകയാണ് സുകന്യ. അതിന് ഇങ്ങനൊരു സർപ്രൈസ് ഒരുക്കുന്ന കാര്യം എന്നോട് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ, എന്നോടും കൂടി ഒരു വാക്ക് പറയായിരുന്നു, ഇങ്ങനൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല, അതുകൊണ്ട് ഞാനൊരു സമ്മാനവും മേടിച്ചില്ല എന്ന് സുകന്യ പറയാണ് കേട്ടോ. പെട്ടെന്ന് ദേവി പറയും, അത് സാരമില്ല സുകന്യ ചേച്ചി, ഇനിയിപ്പം കല്യാണം വരുന്നുണ്ടല്ലോ, കല്യാണത്തിന് അന്ന് ചേച്ചി അടിപൊളി ഒരു സമ്മാനം മേടിച്ചു കൊടുത്ത് എല്ലാവരെയും അങ്ങ് ഞെട്ടിച്ചാൽ മതിയെന്നേ, ഞെട്ടിക്കാടി, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഞെട്ടിക്കുന്നുണ്ട് എന്നപ്പം സുകന്യ മനസ്സിൽ പറയാം. ഇതേസമയം ധർമ്മം മനസ്സിൽ പറയും, ഇക്കാര്യം നിന്നോട് നേരത്തെ പറഞ്ഞിട്ട് വേണം ഇത് പൊളിച്ച് കൈ കൊടുക്കാൻ, നീ ആരാ മുതലെന്നേ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം, ഈ കുടുംബത്തിന് നല്ലതൊന്നും സംഭവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ സുകന്യ എന്ന് ഒരു പുച്ഛത്തോടു കൂടി സുകന്യെ നോക്കി മനസ്സിൽ പറയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മീനു ആണെങ്കിൽ മുന്നിലോട്ട് കയറി വരിക, എന്നാൽ ഞാൻ കൊടുക്കാം എൻ്റെ വക ഒരു സമ്മാനം എന്നും പറഞ്ഞ് ഒരു ജ്വല്ലറി ബോക്സാണ് കൊടുക്കുന്നത്. ചെറിയൊരു മാലയുള്ളൊരു ജ്വല്ലറി ബോക്സ് ആണ് കേട്ടോ. മീനു നീ മാലയൊക്കെ മേടിച്ചോ എന്ന് ഗോമതി ചോദിക്കുക. അതെ അമ്മ, എൻ്റെ വക എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഒരു മാല ഇരിക്കട്ടെ എന്നും പറയണേ. അത് കഴിഞ്ഞ് ആകാശാണ് കേട്ടോ സമ്മാനത്തിനായിട്ട് വരുന്നത്. എൻ്റെ മോളെ സ്വർണം കൊണ്ട് മൂടണമെന്നൊക്കെ ഏട്ടന് ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ മീനാക്ഷി സ്റ്റോഴ്സ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുമായിരുന്നെങ്കിൽ മോക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഏട്ടൻ മേടിച്ചുകൊണ്ട് വന്നിരുന്നേനെ. പക്ഷേ ഇപ്പം ഏട്ടൻ്റെ കയ്യിൽ പൈസയൊക്കെ പരിമിതമാണ്. എൻ്റെ കയ്യിലുള്ള തുച്ഛമായ കാശിന് ഏട്ടൻ മേടിച്ച കുഞ്ഞൊരു സമ്മാനമാണ് കേട്ടോ എന്ന് പറയാൻ കേട്ടോ. അപ്പം മീനാക്ഷി സ്റ്റോഴ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ബാലനാണെങ്കിൽ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മീനും ഇതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നുള്ള രീതിയിൽ നമ്മുടെ ആകാശിനെ നോക്കുക. അപ്പോൾ പെട്ടെന്ന് ധർമ്മം പറയും, എൻ്റെ ആകാശേ നിന്റെ കട തുടങ്ങിയില്ലല്ലോ, അതുകൊണ്ട് നീ ദാരിദ്ര്യം പറയാതെ നീ എന്ത് സമ്മാനവും മേടിച്ചതെന്ന് വെച്ചാൽ അത് അവൾക്ക് കൊടുക്കാൻ നോക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു ബോക്സാണ്, അത് തുറക്കുമ്പം അത് 2 കുഞ്ഞി കമ്മലുകളാണ് കേട്ടോ. ഇത് ചെറിയ 2 കമ്മലുകളാണ്. എൻ്റെ കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഏട്ടൻ എനിക്കായിട്ട് എന്ത് മേടിച്ചുകൊണ്ട് തന്നാലും എനിക്കത് ഇഷ്ടപ്പെടില്ല ഏട്ടാ എന്ന് പറഞ്ഞ് ആ കമ്മലുകൾ നീതി പോലെ മേടിച്ചു വെക്കുകയാണ് കേട്ടോ നമ്മുടെ അനുശ്രീയം. അതിനുശേഷം ആര്യനാണ് കേട്ടോ വരുന്നത്. ആര്യൻ്റെ കയ്യിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ആ ബോക്സ് അനുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇതൊരു ഡ്രസ്സാ എന്ന് പറയാം. ഏട്ടൻ്റെ ഇപ്പോഴത്തെ വരുമാനത്തിന് ഏട്ടൻ ഇത് മേടിക്കാനുള്ള ആസ്തിക്കേ ഉള്ളൂ. ഇത് മോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഒരിക്കൽ നമ്മൾ ഒരു തുണിക്കടയിൽ പോയപ്പം ഈ ഡ്രസ്സിലോട്ട് നോക്കി നീ ഒരുപാട് സമയം നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ ഇത് മേടിച്ച് തരാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ അത് മേടിച്ചുകൊണ്ട് വന്നതാ. ഇത് മോക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയാം. സമ്മാനത്തിൻ്റെ വലുപ്പത്തിലോ വിലയിലോ ആണോ ഏട്ടാ എൻ്റെ മൂല്യം? എൻ്റെ ഏട്ടന്മാർ എനിക്കായിട്ട് ഇത്രയൊക്കെ തന്നില്ലേ, അതല്ലേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ മിത്രയും ചെറിയൊരു സമ്മാനപ്പൊതിയായിട്ട് വരിക. ഇവരൊക്കെ തന്നതുപോലെ ഡ്രസ്സോ ആഭരണങ്ങളോ ഒന്നുമല്ല, ഇതൊരു പുസ്തകമാണ്. ഇത് എനിക്കൊരിക്കൽ ഗിഫ്റ്റ് കിട്ടിയ പുസ്തകമാണ്. ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇതിനി അനുവിൻ്റെ കയ്യിലിരിക്കട്ടെ. അത്രയേറെ ഞാൻ ജീവിതത്തിൽ മൂല്യം കൊടുക്കുന്നൊരു പുസ്തകമാണ് ഇത്. നീ ഇത് സൂക്ഷിച്ചു വെക്കണം, ഒരിക്കലും നശിപ്പിച്ച് കളയരുത് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ അനു പറയും, ഒരിക്കലും ഇല്ല ഏടത്തി അത്ര മൂല്യം കൽപ്പിക്കുന്നൊരു വസ്തു എനിക്ക് തരണമെങ്കിൽ ഏടത്തിയുടെ മനസ്സിൽ എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഏടത്തി ഇത് സൂക്ഷിച്ചു വെച്ചതുപോലെ തന്നെ സൂക്ഷിക്കും എന്ന് അനു പറയാൻ കേട്ടോ. അതിനുശേഷം പറയും, എനിക്ക് ഇനിയെങ്കിലും നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളിതൊന്ന് കേൾക്ക് എന്ന് പറയാം. അപ്പം നമ്മുടെ മീനു ഒക്കെ പറയും, ഇപ്പോൾ നമുക്ക് ഒരു പാട്ടൊക്കെ പാടാം, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അനുവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഒരു പാട്ട് പാടാം. അപ്പം മിത്ര പറയും, ദേ ഈ മീൻ ചേച്ചി അടിപൊളിയായിട്ട് പാട്ട് പാടും എന്ന് പറയാം. അയ്യോ ഞാൻ തന്നെ പാടില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പാടാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അനുവിൻ്റെ ചുറ്റും നിന്നും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ആ സമയം ചിലവഴിക്കുകയാണ് കേട്ടോ. പക്ഷെ അനു ആണെങ്കിൽ തീയിൽ ചവിട്ടി നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അലോകിൻ്റെ കാര്യം വീട്ടിലെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് അനു നോക്കുന്നത്. പക്ഷേ ഇവരാരും അനുവിനെ സംസാരിക്കാൻ പോയിട്ട് അവൾക്ക് ഒന്ന് മിണ്ടാൻ പോലും അവസരം കൊടുക്കുന്നില്ല. അനുവിന് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അനുവിനാണെങ്കിലോ ഒന്നും പറയാൻ സാധിച്ചില്ല. അതിനുശേഷം നമ്മുടെ ആകാശാണെങ്കിൽ റൂമിൽ പോയിരുന്ന് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. പെട്ടെന്നാണ് നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് കയറി വരുന്നത്. മീനാക്ഷി കയറി വരുമ്പോഴത്തേക്കും ആകാശ് പറയും, മീനു നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. എന്ത് പറയായിരുന്നു എന്ന്? അല്ല 3-4 പവൻ്റെ മാലയൊക്കെ അനുസരിച്ച് സമ്മാനമായിട്ട് കൊടുക്കുന്ന കാര്യം നീ എന്നോട് പറയായിരുന്നു എന്ന് പറയാം. അതിന് ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ച ആകാശേ, നീ എന്ത് സമ്മാനം അനുമോൾക്ക് കൊടുക്കാൻ പോകുന്നതെന്ന്. അപ്പം നീ എന്താ എന്നോട് പറഞ്ഞത്? അതൊക്കെ ഞാൻ സർപ്രൈസ് കൊടുക്കുമ്പോൾ നീ കണ്ടാൽ മതിയെന്ന്. അതുകൊണ്ടല്ലേ ഞാനും പറയാതിരുന്നത് എന്ന് പറയാം. ഓ എൻ്റെ ഭർത്താവിന് കോംപ്ലക്സ് അടിച്ചെന്ന് തോന്നുന്നല്ലോ. അത് നീ മാലയൊക്കെ കൊടുത്തതിൽ എനിക്കൊരു കോംപ്ലക്സും ഇല്ല, പക്ഷേ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു കോംപ്ലക്സ് ഉണ്ട് എന്ന് പറയാണ്.
അതിന് അനുമോൾ ഒരിക്കലും ഞാൻ മാല കൊടുത്തെന്നോ നീ കമ്മല കൊടുത്തതെന്നൊന്നും വേർതിരിച്ച് കാണത്തില്ല. എൻ്റെ അനിയത്തി അങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്നേ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇതിപ്പം എന്തിപ്പോന്ന് എന്താ ആകാശിൻ്റെ പ്രശ്നം? നീ എന്നോട് നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ മേടിച്ച മാല നിൻ്റെ കൈ തന്നിട്ട് നീ മേടിച്ച കമ്മൽ ഞാനും കൊടുക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുക. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിൽ ആര് കൊടുത്താലും അത് എൻ്റെ അനിയത്തിക്കല്ലേ കിട്ടുന്നത്. അതെ, അത് തന്നെയാ കാര്യം. നമ്മൾ രണ്ടുപേരും എന്ത് ഗിഫ്റ്റ് കൊടുത്താലും അതൊക്കെ ഒരാളുടെ കൈകളിൽ എത്തിപ്പെട്ടത് നമ്മുടെ അനുശ്രീയുടെ കയ്യിൽ. പക്ഷേ എനിക്ക് വേറൊരു കാര്യത്തിൽ കോംപ്ലക്സ് ഉണ്ട്. ഏത് കാര്യത്തിലാണ് എൻ്റെ ആകാശിന് ഇനി കോംപ്ലക്സ് ഉള്ളത്? അത് എനിക്ക് നല്ലൊരു ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. ഇപ്പം ആകാശ് ചെയ്യുന്ന ജോലിക്ക് എന്താ കുഴപ്പം? ഓ, അതിനെ ഒരു ജോലി എന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ, ഗോമതി സ്റ്റോഴ്സിൽ ആകാശ് ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കൃത്യമായിട്ട് മാസം മാസം അച്ഛൻ തരുന്നില്ലേ എന്ന് പറയാം. ആ തുച്ഛമായ വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മീനു എന്ന് ചോദിക്കുകയാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മൂല്യം ഉണ്ട് ആകാശ് എന്ന് പറയാം. എൻ്റെ മീനാക്ഷി സ്റ്റോഴ്സ് അതൊന്ന് യാഥാർത്ഥ്യമാക്കാൻ നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്ന് പറയാണ്. ഓഹോ, എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെ ആകാശ് ഓരോരോ നിലകളിൽ എത്തുന്നത്. നിനക്ക് സ്വന്തമായിട്ടൊരു ജോലി, അതും ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. സ്ട്രഗിൾ ചെയ്യുന്നവരുടെ വേദനയെ നിനക്ക് മനസ്സിലാകത്തില്ല എന്ന് പറയാണ് കേട്ടോ. അതേലോ, എനിക്ക് ഗവൺമെൻറ് ജോലി പീസ് നേരിട്ട് എൻ്റെ കൈ വെച്ച് തന്നതാണല്ലോ. മോളെ മീനാക്ഷി, രജിസ്റ്റർ ഓഫീസിലൊരു ഒഴിവ് ഫ്രീ ഉണ്ട്, നീ വന്ന് അവിടെ ഇരുന്നോളൂ എന്നും പറഞ്ഞ് PSC എനിക്ക് കിട്ടിയത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് രാപ്പകലിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ടാ, അല്ലാതെ വെറുതെ കിട്ടിയതൊന്നും അല്ല മോനെ എന്ന് പറയാം. അതിന് നിനക്കത് വെറുതെ കിട്ടിയതാണെന്ന് ഞാനും പറയുന്നില്ലല്ലോ. പക്ഷെ നിനക്ക് ഒരു സഹായമൊക്കെ എനിക്ക് ചെയ്തു തരാമായിരുന്നു. ആ ലൈസൻസ് ഒന്ന് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വെറും ഒരു ഒപ്പ് എന്ന് പറയാം. വെറും ഒരു ഒപ്പൊക്കെ ഞാൻ ഇട്ട് തരാം. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ പൊന്നുമോൻ കറക്റ്റായിട്ട് എത്തിക്കുക എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു എന്ന് പറയണം. മീനു, എൻ്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ, എന്തുമാത്രം സ്ട്രഗിൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ നിയമത്തെ എതിർത്തുകൊണ്ട് ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല എന്ന് വീണ്ടും പറയാൻ കേട്ടോ മീനാക്ഷി. ഓ, ഒരു സത്യസന്ധ വന്നിരിക്കുന്നു. ആ അതെ, ഞാൻ സത്യസന്ധ തന്നെയാ എന്ന് പറയാം. നീ കണ്ടോടി, നിൻ്റെയൊക്കെ ഈ എതിർപ്പൊക്കെ അവഗണിക്കാതെ ഈ ആകാശ് വളരും. എൻ്റെ മീനാക്ഷി സ്റ്റോഴ്സ് ഞാൻ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും എന്ന് പറയാം. ആ, യാഥാർത്ഥ്യമാക്കിക്കോളൂ, എനിക്കും അത് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മീനാക്ഷി അപ്പോൾ പറയാണ് കേട്ടോ. അല്ല ആകാശേ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എന്താ, നമുക്ക് അനുവിൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുക. കൊടുക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ പൈസ ആയിട്ടാണോ അതോ സ്വർണ്ണമായിട്ടാണോ, എങ്ങനെ കൊടുക്കാൻ ആകാശ് ഉദ്ദേശിക്കുന്നേ? എന്നോടും കൂടി കാര്യം പറയണം. അതൊന്നും നീ ഇപ്പം അറിയണ്ട. ദേ ആകാശേ, ഇങ്ങനെ നീ ഇപ്പം അറിയണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചതാ കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ കാശ് എവിടെ നിന്നാണെന്ന്. അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. അവസാനം ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കാശ് എടുത്തതാണെന്ന് നിനക്ക് തന്നെ എന്നോട് പറയേണ്ടി വന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അനുവിൻ്റെ കല്യാണത്തിന് എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന്. എന്താണെന്ന് വെച്ചാൽ എന്നോട് വ്യക്തമായിട്ട് പറയണം എന്ന് പറയാം. അത് പിന്നെ നമുക്ക് സ്വർണം കൊടുക്കാം. സ്വർണം എന്ന് പറയുമ്പം എത്ര പവനാണ് നീ ഉദ്ദേശിക്കുന്നത്? അതൊരു 5 പവനെങ്കിലും ഞാൻ കൊടുക്കും. 5 പവൻ സ്വർണം ആകാശേ? ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് 5 പവൻ സ്വർണത്തിന് എത്ര രൂപയാകുമെന്ന് ആകാശിന് അറിയാവോ എന്ന് മീനാക്ഷി ചോദിക്കുക. അതൊക്കെ എനിക്കറിയാം. അതിനുള്ള കാശൊക്കെ ഞാൻ സംഘടിപ്പിക്കും. അതിനുള്ള കാശ് മോൻ എവിടെ നിന്ന് സംഘടിപ്പിക്കുമെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. ഒരു ഭാര്യ എന്ന നിലയിൽ അതറിയാനുള്ള അവകാശം എനിക്കുണ്ട്. ആകാശേ, നമ്മുടെ ഭാര്യയും ഭർത്താവുക. ഏതൊരു കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോഴും നമ്മൾ പരസ്പരം അതിനെപ്പറ്റി സംസാരിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അനുശ്രീക്ക് 5 പവൻ്റെ സ്വർണം കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അത് മേടിക്കാൻ കാശ് അത് എവിടെ നിന്ന് വരുന്നുവെന്ന് ഞാനും കൂടി അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാശ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ